രണ്ട് കൈകളും അടിച്ചു തകർത്ത ഒരു 1.5 വയസ്സുകാരനോട് ഒരു മനുഷ്യൻ കാണിച്ച വ്യത്യസ്തങ്ങളായ ക്രൂരതകളുടെ വാർത്തകൾ കേട്ട് നമ്മളൊക്കെ വല്ലാതെ വിഷമിച്ചു പോയിട്ടുണ്ട്. കുഞ്ഞുങ്ങളോടുള്ള പെരുമാറ്റം, മക്കളോട്, കുട്ടികളോടുള്ള പെരുമാറ്റത്തെ ഇസ്ലാം എത്ര വലിയ പ്രാധാന്യത്തോടെ, അതിൻ്റെ അർഹിക്കുന്ന ഗൗരവം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 3 വിപത്ത് വല്ലാതെ നമ്മുടെ നാടിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒന്ന്, കുഞ്ഞുങ്ങളോടുള്ള വ്യത്യസ്ത തരത്തിൽ പല മേഖലകളിൽ, വിദ്യാലയങ്ങളിൽ, ഡ്രൈവർമാരിൽ, ക്ലീനർമാരിൽ, നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് ബസ്സുകാർ പോലും തൻ്റെ വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയോട് കാണിക്കുന്നത് എന്തെല്ലാമാണെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കുന്നു, അന്വേഷിച്ചു നോക്കുക. അവനിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ 2 രൂപന്റെ കൺസെഷൻ പൈസയുടെ പേരിൽ ആ കുഞ്ഞനുഭവിക്കുന്ന ഒരു സീറ്റിൽ ഇരിക്കാൻ പാടില്ല. അവൻ മാറി നിൽക്കണം. അവൻ കയറണമെങ്കിൽ അവരുടെ പെർമിഷൻ വേണം. എന്തൊരു വല്ലാത്ത മാനസിക സംഘർഷങ്ങൾ സഹിച്ചാണ് ഒരു കുട്ടി ഒരു നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആലോചിക്കും. കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ ഒരു നാട് എത്ര ശ്രദ്ധിക്കാനുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുക. 2, ലഹരി എന്നതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ അവസ്ഥയിലേക്ക് നാട് മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ പരിസരവും സുരക്ഷിതരല്ല, നമ്മുടെ മക്കൾ സുരക്ഷിതരല്ല. ഈ കഴിഞ്ഞ മെയ് 31-ാം തീയതി പത്രമാധ്യമങ്ങളിലൂടെ ന്യൂസ് വന്നിട്ടുണ്ട്, റിപ്പോർട്ട്. ഇപ്പോഴത്തെ കേരളത്തിന്റെ ലഹരിയുടെ അവസ്ഥ എന്താണ് വായിച്ചില്ല, നമ്മളത് പഠിച്ചില്ല. നമുക്കത് നമ്മളെ ബാധിക്കുന്നതല്ലെന്ന് നമ്മൾ തീരുമാനിച്ചു. ആ കണക്കിൽ പറയുന്നുണ്ട് 2025-ൽ 18 വയസ്സു തികയാത്ത 2600-ലേറെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 18 തികയാത്തവർ. കഴിഞ്ഞ അതിന് മേലെ 2024-ൽ 1900 സംതിങ് ആയിരുന്നു കണക്കുണ്ടായിരുന്നത്. കൂടി വരികയാണ്. റാക്കറ്റുകൾ വല വീശിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ കഞ്ചാവ് കൃഷി നടത്തുന്ന IT ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഒന്ന് ആലോചിക്കണം നമ്മൾ. ലഹരിയുടെ മാരക വേർഷനുകൾ പുതിയ തലമുറയിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക്, യുവാക്കളിലേക്ക്, പ്രായമായവരിലേക്ക് കടന്നു വരിക. 3, നമ്മുടെ നാടിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ആത്മഹത്യാ പ്രവണത വാർത്തയല്ലാതെയായി മാറി. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രം 4 ചെറുപ്പക്കാരുടെ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്തത്. ആ പേരുകൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് ആ പേരുകളൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഞാനും നിങ്ങളും ഇരുന്ന് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം? എന്താണ് നാടുകളിൽ, ഒരു രാജ്യത്ത്, ഒരു നാട്ടിൽ, ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള അവിവേകങ്ങൾ പെരുകാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒന്നാമതിറങ്ങിയ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ശരിയായ വിജ്ഞാനമില്ലാത്തതിൻ്റെ പോരായ്മയാണ്. അറിവുണ്ട്, പലതരത്തിലുള്ള അറിവുകളുണ്ട്. പക്ഷെ അള്ളാന്റെ ഖുർആൻ ആദ്യമായി നിസ്കരിക്കണം എന്നല്ല കൽപ്പന, ഖുർആൻ ഓതണം എന്നുള്ള കൽപ്പന ഇല്ല, സകാത്ത് കൊടുക്കണം എന്നുള്ള കൽപ്പന ഇല്ല. ഫസ്റ്റത്തെ വായന ഇഖ്റ, വായിക്കണം എന്നാണ്. അതിലുണ്ട് എല്ലാം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് പറഞ്ഞിട്ട്, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ ഓർമ്മപ്പെടുത്തിയിട്ട് മനുഷ്യനോട് ആദ്യം പറയുന്ന വാക്ക് നിങ്ങൾ വായിക്കണം, നിങ്ങളുടെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കണം. ആ ആയത്തിന് വിശദീകരണം പറഞ്ഞ മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അവ്വലു നിഅമത്തിൻ അൻഅമല്ലാഹു ബിഹാ അലാ ഹാദൽ ഇൻസാൻ ബഅദ ഖൽഖിഹി. മനുഷ്യന്മാരെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യന് കിട്ടുന്ന ഏറ്റവും ഒന്നാമത്തെ അനുഗ്രഹം എന്നത് അല്ലമ, അവൻ ഒരുപാട് കാര്യം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു എന്നതാണ്, ഇൽമാണ്. فدل هذا على أن العلم هو أشرف الصفات. മനുഷ്യരുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ ഗുണ അനുഗ്രഹം എന്നത് വായനയും പഠനവും എന്നത് തന്നെയാണ്. അത് നേടിയെടുക്കാനുള്ള ആഗ്രഹമാണ് ഏറ്റവും ഉത്തമമായ പ്രവർത്തനം. ശരിക്കറിയണം, ഞാൻ ആരുടെ സൃഷ്ടിയാണ്, എന്നെ ഈ ലോകത്തേക്ക് എന്തിനു പടച്ചതാണ്, ഞാനൊരു കുഞ്ഞിനോട് എങ്ങനെയാ പെരുമാറേണ്ടത്, എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ സ്വാതന്ത്ര്യത്തിനും എൻ്റെതായ ആഗ്രഹങ്ങൾക്കും ഒരു കുഞ്ഞെതിരാണെങ്കിൽ കുഞ്ഞിനെ കൊല്ലുക. എന്റെ ഇഷ്ടങ്ങൾക്കും എന്റെ ഇച്ഛകൾക്കും എന്റെ സ്വപ്നങ്ങൾക്കും എതിര് വാപ്പയും ഉമ്മയാണെങ്കിൽ വാപ്പയും ഉമ്മയെ ചവിട്ടി പുറത്താക്കുക.
എന്റെ ഇഷ്ടങ്ങൾക്കെതിരെ എന്റെ ഭാര്യയാണെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലുക, പാമ്പിനെ വിട്ട് കൊല്ലുക, എന്തൊക്കെ ക്രൂരതക നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ അവൻ യഥാർത്ഥ തിരിച്ചറിവിലേക്ക് വരണം. ഒന്നാമത്തെ സിഫത്ത് അതാണ്. എന്റെ സൃഷ്ടിപ്പ് എന്താണ്, എന്നെ എങ്ങോട്ടേക്കാണ് ഉദ്ദേശിക്കുന്നത്, എന്റെ ജീവിതത്തിന്റെ ആത്മീയമായ ഭൗതികമായ ഗുണനിലവാരം എന്താണ് എന്നവൻ അറിയലാണ്. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. ഓരോ മുസ്ലിമിനും അത്തരത്തിലുള്ള യഥാർത്ഥ ഇൽമ് പഠിക്കൽ ഫറളാണ്. എന്തുകൊണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച ജുമക്ക് ഇങ്ങനെ കൃത്യമായിട്ട് വന്നിരിക്കുന്നത്? ഇത് ഫറളായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒറ്റ കുട്ടി പള്ളിയിൽ മര്യാദക്ക് ഉണ്ടാവുമോ? തോന്നുന്ന പോലെ വന്നു പോകൂലേ? എന്നാൽ അതുപോലെ ഫരീളത്തുൻ ഫറളാണ് ഇൽമ് പഠിക്കാൻ പോയിരിക്കുക എന്നത്. അതെങ്ങനെയാണ് നമ്മൾ ചിന്തിക്കണം? ആ ഫർദിനെ പറ്റി എന്താ നമ്മൾ ചിന്തിച്ചത്? അത് അത്യാവശ്യമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഓരോരുത്തരും അറിയണം, പഠിക്കണം. കച്ചവടമുണ്ടില്ലേ, തിരക്കുണ്ടില്ലേ, കല്യാണം ഉണ്ടില്ലേ, ഇതൊക്കെ വേണം. ഈ ഫർദ് ഒഴിവാക്കിയിട്ടാവരുത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ഓരോരുത്തരും അറിയണം, അല്ലാഹുവല്ലാതെ ഒരാരാധ്യനുമില്ല. ആരെങ്കിലും അറിഞ്ഞാൽ പോരാ, ഓരോരുത്തരും അറിയണം. ഓരോ മനുഷ്യനും അവിടുന്ന് ഇമാം ബുഖാരി അവിടുത്തെ പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥം എഴുതി രേഖപ്പെടുത്താൻ തുടങ്ങുക. ഒന്നാമത്തെ പാഠത്തിന് ഹെഡിങ് കൊടുത്തത് ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമലി. ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന്റെ, പറയുന്നതിന്റെ മുമ്പ് ആ വിഷയം അറിയുക, പഠിക്കുക. ഒന്നാമത്തെ പാഠം. ഒരു കാര്യം പറയണതിന്റെ, ചെയ്യണതിന്റെ മുമ്പ് അതിനെക്കുറിച്ച് പഠിക്കണം. നമ്മളെ കച്ചവടം ഒരു കാര്യത്തിൽ കൊണ്ടുപോയി പൈസ ഇട്ട് കൊടുക്കുന്നതിന്റെ മുമ്പാണ് പഠിക്കേണ്ടത് ഇതൊക്കെ കൊടുക്കാൻ പറ്റൂല എന്നുള്ളത്. ഷോപ്പ് തുടങ്ങുന്നതിന്റെ മുമ്പാണ് പഠിക്കേണ്ടത്, ഉദ്ഘാടനത്തിന്റെ മുമ്പാണ് പഠിക്കേണ്ടത് ഈ ബിസിനസ് ഹലാലാണോ. എമ്മാതിരിയാണ് നമ്മുടെ നാട്ടിൽ ബിസിനസ് രംഗത്ത്, സ്വർണത്തിന്റെ രംഗത്ത്, അതുപോലെ തന്നെ ബിസിനസ് രംഗങ്ങളിൽ, ഈ കടം മേടിക്കുന്ന രംഗങ്ങളിൽ ചെയ്ത് കയ്യിന്ന് പോയതിന് ശേഷമാണ് ഫത്വ ചോദിക്കുക. ഇനി എന്താ ചെയ്യുക? ശരിയല്ല. പഠിക്കൽ എപ്പോഴാണ്? ചെയ്യണതിന്റെ മുമ്പാണ്. അങ്ങനെ പഠിക്കാൻ തുടങ്ങിയാൽ യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കും. അറിവുള്ള ആളുകൾക്ക് അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കും. അത് നമ്മൾ വെച്ച സ്റ്റാറ്റസ് അല്ല, നമ്മൾ കാണിക്കുന്ന ഒരു ഗ്രേഡ് അല്ല, സമുദായത്തിന്റെ ഗ്രേഡ് അല്ല. അള്ളാന്റെ അടുത്ത് അവൻക്കൊരു പ്രത്യേക ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമെന്ന് പറഞ്ഞത് ഇൽമിന്റെ വിഷയത്തിലാണ്. സുഹൃത്തുക്കളെ, ഇവിടെ പഠിക്കാത്തവരല്ല, PhD ഉള്ളവരുണ്ട്, ഡിഗ്രി ഉള്ളവരുണ്ട്, ഉന്നത നിലവാരമുള്ള ഡോക്ടേഴ്സ് ആണ്. എന്തെല്ലാം തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എഞ്ചിനീയർമാരെന്തെല്ലാം പൊളിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അധികാര കസേരകളിൽ ഇരിക്കുന്ന മനുഷ്യന്മാരെന്തെല്ലാം ദുർവിനിയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താ ഇവിടുത്തെ പ്രശ്നം? അറിവില്ലാത്ത പ്രശ്നമല്ല, പിന്നെന്തിന്റെ പ്രസക്തിയാണ്? തിരിച്ചറിവിന്റെയും മതബോധത്തിന്റെയും കുറവാണ് പ്രശ്നം. അവിടെയാണ് മനുഷ്യന്മാരെ ചൂഷണം ചെയ്യപ്പെടുന്നത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കണത് എന്താ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിന്റെ സകല നന്മയും ചോദിച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചത്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ദുനിയാവിന്റെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല റിസ്ക് കിട്ടലാണ്, നല്ല സന്താനങ്ങളെ കിട്ടലാണ്, നല്ല വിശാലമായ സൗകര്യമുള്ള വീടും ആരോഗ്യത്തോടെയുള്ള ജീവിതമാണ്. അതിനെ കൂടെ വൽ ഇൽമുൻ നാഫി, ഉപകാരമുള്ള അറിവുണ്ടാകലാണ് ദുനിയാവിന്റെ ഹസനത്ത്. അതൊക്കെ പെട്ടിട്ടുണ്ട്. ഓരോരുത്തരും പഠിക്കാൻ, മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ആദ്യം പഠിക്കേണ്ടത് ഹലാലും ഹറാമുകളാണ്. രണ്ടുമാണ് നമുക്ക്. ഭൗതികം വേണം, മതം വേണം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലാ അഅലമു ഇൽമൻ ബഅദൽ ഹലാലി വൽ ഹറാം. ഹലാലും ഹറാമും പഠിച്ചതിന്റെ ശേഷം ഞാൻ ഏറ്റവും മനസ്സിലാക്കുന്നത് അംബല മിനത്ത് തിബ്ബി, പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യത്തോടെ പഠിക്കേണ്ടത് വൈദ്യശാസ്ത്രമാണ്. വൈദ്യശാസ്ത്രം പഠിക്കുന്നത് എന്താ? ഭൗതിക വിദ്യാഭ്യാസമാണ്. അത് വേണോ? അത് വേണം തന്നെ പറയണത്. എപ്പോൾ? ബഅദൽ ഹലാലി വൽ ഹറാം, മതത്തിന്റെ ഹലാലും ഹറാമും പഠിച്ചതിന് ശേഷം. ഇതെന്ത് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കുന്നത് ഭൗതികത മൊത്തം പഠിച്ചിട്ടുണ്ട്, അതിന്റെ മുമ്പുള്ള വാക്കുകളൊന്നും അയാൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരം മനുഷ്യർ ലഹരിയിൽ, ക്രൂരമായ കൊലപാതകങ്ങളിൽ,
അതുപോലെ തന്നെ അഴിമതിയിൽ, അങ്ങനെ പല ചൂഷണങ്ങളിൽ മനുഷ്യർ ചെന്നുപെടുന്ന വിദ്യാസമ്പന്നന്മാരുടെ പ്രശ്നം ഇതാണ്. അതോടൊപ്പം നമ്മളും ചിന്തിക്കേണ്ട മറ്റൊരു തലമുണ്ട്. നമ്മുടെ മക്കളിലും നമ്മൾ ഇത് മനസ്സിലാക്കണം. സ്കൂൾ വിദ്യാഭ്യാസത്തിന് എന്ത് പ്രസക്തി നമ്മൾ കൊടുക്കുന്നത്? നല്ല ഉഷാറാ, ഒരൊറ്റ ദിവസം ലീവ് എടുക്കൂല. 10 മണി എന്ന് പറഞ്ഞ 10 മണി, യൂണിഫോം ഒക്കെ പഞ്ചല, ബാഗ് കറക്റ്റാ, എല്ലാം ശരിയാണ്. മദ്രസയോ? നിങ്ങളുടെ മദ്രസയുടെ കുട്ടിയുടെ രജിസ്റ്റർ പരിശോധിക്ക്, എത്ര ലീവ് ഉണ്ടായിരുന്നു? നമ്മുടെ കുട്ടി മദ്രസയിൽ വരുന്ന യൂണിഫോം പരിശോധിക്കാതെ എങ്ങനെയാ വരുന്നത്? എപ്പോഴാ വരുന്നത്? എന്തതിന്റെ പ്രശ്നം എന്താ? ഇത് തിരിച്ചറിവിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇതൊരു പക്ഷിയുടെ ചിറക് പോലെയാണ് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും. ഇത് രണ്ടും ഒരേ ചിറകിൽ പറക്കുമ്പോഴേ ഒരു പക്ഷിക്ക് പറക്കുന്നില്ല. ഒറ്റ ചിറകിൽ പറന്നാൽ അത് മുന്നോട്ട് പോകില്ല. വെറും മതപഠനം മാത്രമായാൽ അധികം മുന്നോട്ട് പോകും, പ്രയാസങ്ങൾ ദുനിയാവിൽ വരും. വെറും ഭൗതിക പഠനം മാത്രമായാല് ആ കുട്ടിയിൽ വലിയ നാശങ്ങൾ ഉണ്ടാക്കും. ഇത് രണ്ടും കൂടി, രണ്ട് ചിറക് ഒരുമിച്ചിട്ട് ഇങ്ങനെ പോകണം. അതോടെയാണ് നമ്മൾ ഭൗതികമായ കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മളെ മതപരമായ അറിവിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ വലിയ അപകടമുണ്ടാക്കും. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഏറ്റവും നന്നായി ഭയപ്പെടുന്നത് നല്ല അറിവുള്ളവരാണ്. മതപരമായ അറിവുണ്ടെങ്കിലേ പടച്ചോനെ പേടി ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്ക് നല്ല ഗ്രേഡും സർട്ടിഫിക്കറ്റും സാലറിയും നല്ല ഒക്കെ ഉണ്ടാവും. പടച്ചോനെ പേടി നഷ്ടപ്പെട്ടു പോകും. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് പടച്ചോനെ പേടി ഉണ്ടാവണം. എപ്പോഴും നമ്മൾ അവരെ നോക്കിയിരിക്കാൻ കഴിയില്ല. ഒഴിഞ്ഞ മൂലകളിൽ അവർ സിഗരറ്റ് വലിക്കാതിരിക്കണമെങ്കിൽ ഒഴിഞ്ഞിടത്തൊരു പടച്ചോനുണ്ടെന്നുള്ള ബോധം വരണം. ഏത് സ്ഥലത്തേക്ക് ടൂർ പോയാലും അവർ മദ്യക്കുപ്പി പൊട്ടിക്കാതിരിക്കണമെങ്കിൽ ഇതെനിക്ക് പറ്റാത്തതാണ് എന്നുള്ള ബോധം അത് എവിടുന്നാ കിട്ടുക? അത് മദ്രസയാണ്. ആ മദ്രസ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിച്ചത് എന്ന് ആലോചിച്ച് നോക്കി. കേവലം അക്ഷരം പഠിപ്പിക്കുന്ന, അറബി പഠിപ്പിക്കുന്ന, ലിപി പഠിപ്പിക്കുന്ന ഒന്നല്ല, ഒരു പുതിയ തലമുറയെ വളർത്തെടുക്കുകയാണ് മദ്രസ എന്ന് പറയുന്നത്. ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം, ഇപ്പോഴും നിലവിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും ചിന്തിക്കും, നമ്മുടെ കുട്ടികളെ നല്ല സ്കൂളുകളിൽ ചേർത്ത് നമ്മൾ മദ്രസ എന്നത് തുറന്നു നോക്കാത്ത, മദ്രസയിലേക്ക് വിടാത്ത രക്ഷിതാക്കളുണ്ട്. എന്താ കാരണം? ട്യൂഷനുണ്ട്, സ്കൂളിൽ ഒരുപാട് പഠിക്കാനുണ്ട്, സ്കൂൾ തന്നെ ഭാരമാണ്. അതുകൊണ്ട് മദ്രസ വേണ്ട. ഒഴിവാക്കാൻ പറ്റുന്നത് ഏതാ? മദ്രസ എന്ന തിരിച്ചറിഞ്ഞോളൂ. പുതിയ ഒരു തലമുറയെ വളർത്തെടുക്കുക. അള്ളാനെയും റസൂലിനെയും സ്നേഹിക്കാനും അനുസരിക്കാനും പഠിപ്പിക്കുന്നത് MBBS കാരന് കിട്ടൂല. മദ്രസ വാപ്പാനെയും ഉമ്മാനെയും പരിചരിക്കാനും സ്നേഹിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നത് 3ാം ക്ലാസ് മുതലുള്ള പാഠപുസ്തകങ്ങളിൽ അത് എഴുതി കൊടുത്തിട്ടുണ്ട്. അവർക്കത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. സകല തിന്മകളെയും പരിചയപ്പെടുത്തി ഇതിന്ന് വിട്ടു നിൽക്കണമെന്ന് പഠിപ്പിക്കുന്നത് മദ്രസ വിദ്യാലയങ്ങളാണ്. എത്ര അതിനെ നമ്മൾ പരിപോഷിപ്പിക്കണം. ആർക്കെങ്കിലും അല്ലാഹ് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മതപരമായി അവന് പാണ്ഡിത്യം അല്ലാഹ് കൊടുക്കും. അതാണ് ഖൈർ. മഹാനായ പണ്ഡിതൻ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തആലയുടെ ഉമ്മ, ഇമാം മാലിക് എന്നറിയപ്പെടുന്ന മഹാപണ്ഡിതൻ ആരാ? അവിടുത്തെ അൽ മുവത്ത എന്ന ആദ്യത്തെ ഹദീസ് സമാഹാരം എഴുതിയ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ഉമ്മ ആദ്യമായി മദ്രസയിലേക്ക് കുട്ടിനെ പറഞ്ഞയക്കാൻ പോകുക. എല്ലാം മേടിച്ചു കൊടുത്ത് മദ്രസയ്ക്ക് ചേർക്കാൻ പോകുന്ന സമയത്ത് ഉമ്മ കൊടുക്കുകയാണ്, യാ മാലിക്, അല്ലയോ മാലിക്, നിന്റെ ഉസ്താദ് റബിയ ഉണ്ടല്ലോ, റബീന്റെ അടുത്തേക്ക് നീ പോണം. സ്കൂളും മദ്രസ ഒന്നുമില്ല, ഓരോരുത്തരുടെ വീടുമുറ്റങ്ങളിലും മരച്ചുവട്ടുകളിലേക്കാണ് പഠിപ്പിക്കുന്നത്. റബീഅന്റെ അടുത്തേക്ക് പോകണം. അദ്ദേഹത്തിൽ നിന്ന് ഇൽമു പഠിക്കുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിൽ നിന്ന് നല്ല നല്ല സ്വഭാവവും അച്ചടക്കവും അദബും പഠിക്കണം മോനെ. നമുക്ക് വേണ്ടത് നമ്മുടെ കുട്ടിക്ക് അച്ചടക്കം വേണോ, അദബ് വേണോ? നമ്മുടെ കുട്ടിക്ക് വീട്ടുകാല അതിഥികളോട് സംസാരിക്കാൻ അറിയോ? മുതിർന്നവരോട് പെരുമാറാൻ അറിയോ? കുടുംബക്കാരോട് ഇടപഴകാൻ അറിയോ? ഒന്നും കിട്ടണില്ല. ഇത് പഠിക്കണം, അദബ് കൃത്യമായി പഠിക്കണം. രക്ഷിതാക്കളെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അവരെ ശ്രദ്ധിക്കുക. ആ ശ്രദ്ധയുടെ ഭാഗമാണ് മഹാരഥന്മാരായ ഉലമാക്കന്മാര് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രേഖപ്പെടുത്തി പറഞ്ഞല്ലോ, മാനഹല വാലിദുൻ വലദം മിൻ നഹ്ലിൻ.
ഒരു വാപ്പയും തന്റെ മകന് വേണ്ടി ഒരുക്കി വെച്ചിട്ടില്ല. അഫ്ളല മിൻ അദബിൻ ഹസനിൻ, ഏറ്റവും നല്ല അദബും അച്ചടക്കവും സൽസ്വഭാവം നൽകുക എന്നതല്ലാതെ. നമ്മൾ നല്ല ഭക്ഷണം കൊടുത്തു, നല്ല റൂം കൊടുത്തു, കളിപ്പാട്ടങ്ങൾ കൊടുത്തു, സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം കൊടുത്തു. കുട്ടിക്ക് നല്ല അച്ചടക്കവും അദബും പഠിപ്പിക്കാത്ത വാപ്പയാണെങ്കിൽ നിങ്ങളൊന്നും കൊടുത്തിട്ടില്ല. കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങൾ, അദബുകൾ പഠിപ്പിക്കണം. അവരുടെ സമയത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അവരുടെ പഠനം, ഉറക്കം, അവരുടെ കളി, ഇതിനൊക്കെ ഒരു ടൈം ഷെഡ്യൂൾ കൊടുത്ത് ചിട്ടയുണ്ടാക്കണം. ഇല്ലെങ്കിൽ നടക്കൂല. വെറും കളിയായാൽ പഠനം നടക്കൂല. വെറും പഠനമായാൽ അവന്റെ ആരോഗ്യത്തിന് അത് വേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കും. വെറും മൊബൈലായാൽ അതവനെ വേറെ രൂപത്തിലേക്ക് മാറ്റും. ഡിജിറ്റൽ നിയന്ത്രണങ്ങൾ ആവശ്യത്തിന് വരുത്തണം. സ്കൂളിലും മദ്രസയിലും വാപ്പയും ഉമ്മയും പോയി അന്വേഷിക്കണം, കുട്ടി എന്ത് ചെയ്യുന്നു, എപ്പോ വരാറുണ്ട്, എപ്പോ പോകാറുണ്ട്. അതൊരു മാർക്ക് ലിസ്റ്റിൽ ഒപ്പിടാൻ വേണ്ടി മാത്രം പോണ പരിപാടി നമ്മൾ അവസാനിപ്പിക്കണം. ഇടക്കൊന്ന് പ്രത്യേകിച്ച് മുതിർന്ന ക്ലാസ്സിലേക്ക് എത്തും തോറും നമ്മൾ അന്വേഷണം ഇല്ലാതെ പോകും. തിരിച്ചാണ് വേണ്ടത്. മുതിർന്ന ക്ലാസ്സിൽ എത്തും തോറും നമ്മുടെ അന്വേഷണം കൂടണം, ചേർത്ത് പിടിക്കണം. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധയുണ്ടാവണം. മാതൃകയുള്ള നല്ല ഒരു കുടുംബമായി നമ്മൾ മാറിയാൽ തന്നെ നമ്മുടെ മക്കളിൽ ഒരുപാട് ഹൈറായ വളർച്ചയുണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ നാടിൻ്റെ സംവിധാനങ്ങൾക്കനുസരിച്ച് ഉപയോഗപ്പെടുത്തി ചെറിയ പ്രായം മുതൽ 4 വയസ്സ് മുതൽ 8ാം ക്ലാസ് വരെ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ മദ്രസയുണ്ട്. ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ അതിന്റെ സമയം കഴിഞ്ഞിട്ടില്ല, എത്രയും പെട്ടെന്ന് അവർക്ക് അഡ്മിഷൻ എടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ മക്കൾ മദ്രസ കഴിഞ്ഞ, സ്കൂളിൽ 8ാം ക്ലാസ് കഴിഞ്ഞ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നിങ്ങൾക്കുണ്ടോ? അവർക്ക് മതം പഠിക്കാൻ CRE എന്ന ഒരു പഠന ക്ലാസ് നടക്കുന്നുണ്ട്. അത് വേറെ എവിടെയും കിട്ടണില്ല. ദീന് പഠിക്കാൻ ഒരു ചാൻസ്. 8ാം ക്ലാസ് കഴിഞ്ഞ ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ ചക്കരക്കൽ ടൗണിൽ എല്ലാ ആഴ്ചകളിലും ഇൻഷാ അല്ലാഹ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുട്ടി അവിടെ വരണം, ആക്കി കൊടുക്കണം, എത്തിച്ചു കൊടുക്കണം. നമ്മുടെ വലിയ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. മുതിർന്ന ഒരാളാണോ, നിങ്ങളൊരു വാപ്പയാണോ, നിങ്ങളൊരു തൊഴിലാളിയാണോ, നിങ്ങൾ വിവാഹപ്രായം എത്തിയ ഒരാളാണോ, നിങ്ങൾ വിവാഹിതനാണോ, നിങ്ങൾക്ക് ദീന് പഠിക്കാനാണ് ശനിയാഴ്ചകളിൽ രാവിലെ ഖുർആൻ ഹദീസ് പഠന ക്ലാസ്സുകൾ. ഈ വ്യവസ്ഥകൾ, ഈ സംവിധാനങ്ങൾ. നിങ്ങൾക്കൊരു ഭാര്യയുണ്ടോ, നിങ്ങൾക്കൊരു സഹോദരിയുണ്ടോ, അവർക്ക് ദീന് പഠിക്കാനാണ് സഹോദരിമാർക്ക് മാത്രമുള്ള ഖുർആൻ പഠന ക്ലാസ്സുകൾ നടത്തുന്നത്. എന്താണ് ഇതിന്റെ ആവശ്യം? എന്താണ് ഇതിന്റെ താല്പര്യം? അറിവാണ് മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുന്നത്. അജ്ഞത, അന്ധകാരങ്ങൾ, ജഹ്ല് ഒരു മനുഷ്യനെ ഏത് ക്രൂരതയിലേക്കും ചെയ്യിപ്പിക്കുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് ഒരു നാട് നശിച്ചുയരും. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ രേഖപ്പെടുത്തി നബിതങ്ങൾ പറഞ്ഞു, ഇൽമ ഉയർത്തപ്പെടും, ജഹ്ല് സ്ഥിരപ്പെടും. അറിവ് എന്ന് പറഞ്ഞത് ഇവിടുന്ന് പൊക്കിക്കൊണ്ടുപോകും. അറിവില്ലായ്മ നാട്ടിൽ വ്യാപിക്കും. അതിന്റെ എല്ലാ തിക്തഫലങ്ങളും അന്ന് അനുഭവിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഉപകരിക്കുന്ന, ധാരാളം അറിവുള്ള, ശരിയായ മതബോധമുള്ള നല്ല ഒരു അന്തരീക്ഷത്തിലേക്ക് ജീവിക്കാനും വളരാനും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ സമുദായത്തെയും ഈ തലമുറയെയും സുരക്ഷിതമാക്കുവാനും എല്ലാം നമ്മൾ ഓരോരുത്തരും നല്ല അറിവുള്ള, പക്വമായ, അദബുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളെല്ലാം മാറേണ്ടതുണ്ട്. അല്ലാഹു നമ്മയെല്ലാം സഹായിക്കുമാറാകട്ടെ. الحمدلله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പടച്ചറപ്പിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളുമായി ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. 1972 മുതൽ ജൂൺ 5 ഐക്യരാഷ്ട്രസഭ ഒരു പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിക്കാം. നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാട്, നമ്മൾ ജീവിക്കുന്ന മണ്ണ്, നമ്മൾ ജീവിക്കുന്ന പരിസരം, ഒരു ദിവസം 10 ചെടികൾ നട്ടതുകൊണ്ട് ഒരു വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കുന്നതിന്റെ മഹത്വം 972 മുതലല്ല ഇസ്ലാം പഠിപ്പിച്ചത്.
1400 കൊല്ലം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മനുഷ്യൻ ഒരു ചെടി വെച്ച് പിടിച്ചാൽ, ഒരു തൈ വെച്ച് പിടിപ്പിച്ചാൽ, ഒരു കൃഷിവസ്തു നട്ടുപിടിപ്പിച്ചാൽ, അതൊന്നൊരു മനുഷ്യൻ തിന്നാൽ, അതൊന്നൊരു പക്ഷി കൊത്തിക്കൊണ്ടുപോയാൽ, ഔ ബഹീമ ഒരു നാൽക്കാലി ഒരു മൃഗം തിന്നുപോയാൽ, ഇല്ലാ കാന ലഹു ബിഹി സ്വദഖ, ചെയ്ത കൃഷിക്കാരന് അതിന്റെ സ്വദഖുണ്ട്. എന്തായാലും അർത്ഥം ഇത് ചെയ്യണമെന്ന് പഠിപ്പിച്ചത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. ലോകത്ത് ഒരു മനുഷ്യൻ മരിച്ചാലും തീരാത്ത പ്രതിഫലം കിട്ടുന്ന സ്വദഖത്തുൻ ജാരിയ, അതിൽപ്പെട്ടതാണ് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക, കിണർ കുഴിച്ചു കൊടുക്കുക, വെള്ളത്തിന് സംവിധാനം ഒരുക്കിച്ചു കൊടുക്കുക, ഔ ഗറസ നഖ്ലൻ, അല്ലെങ്കിൽ ഒരു ഈന്തപ്പന പോലെ ഫലവൃക്ഷങ്ങൾ കുഴിച്ചിടുക. എന്താ കിട്ടുക? അയാള് 10 കൊല്ലത്തിന് മുമ്പ് അയാൾ മരിച്ചു, മരം ഡെവലപ്പായി പുരോഗതിപ്പെട്ട അതിന്ന് തണൽ, അതിൽ നിന്ന് കായ്കനികൾ, അതിന്ന് കിട്ടുന്നതൊക്കെ ഇയാളെ ഖബർക്ക് കൂലി കിട്ടുമെന്ന് പഠിപ്പിച്ച ഇസ്ലാം. സഹോദരങ്ങളെ, ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് ഒരു മരം നടൽ മാത്രമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഒരു യഥാർത്ഥ വിശ്വാസി, നിസ്കരിക്കുന്ന ഇബാദത്തുള്ള തൗഹീദുള്ള മനുഷ്യൻ തന്റെ ചുറ്റുപാടുകളെ നന്നായി ശ്രദ്ധിക്കണം. അത് നശിപ്പിക്കുന്ന ഒരുത്തനായി മാറരുത്. അതുപോലെ ജന്തുജാലങ്ങളെ പരിഗണിക്കുന്നവനായി മാറണം, ഫസാദ് ഉണ്ടാക്കുന്നവനായി മാറരുത്. പച്ചക്കറുള്ള ജീവികൾക്ക് കരുണ കാണിക്കുന്നത് കൂലിയാണ്. വൃത്തിയുള്ളവനാവണം, ശുചിത്വമുള്ളവനാവണം. നിസ്കരിക്കണം എന്ന് പറഞ്ഞതിന്റെ മുമ്പ് വൃത്തി ഉണ്ടാകണം എന്ന് പറഞ്ഞില്ലേ നമ്മളോട്? നമ്മുടെ വഴിയും നമ്മുടെ വീടും പരിസരവും ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്ന മേഖലകളായി മാറണം. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ എടുത്ത് അത് പരമാവധി പൊതുജനങ്ങൾക്ക് ശല്യമാകാത്ത രൂപത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ, മാലിന്യങ്ങൾ തുടച്ചു നീക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. ഒരു മുസ്ലിം ഈ കാര്യത്തിൽ ഏറെ ഉണർന്ന് ജീവിക്കേണ്ടവനാ. ഈമാനിന് 70-ലധികം ശാഖയുണ്ട്. അതിലേറ്റവും അവസാനത്തെ ശാഖ ഏതാ? ഈ വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാന്നുള്ളത് ഈമാന്റെ ശാഖയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈമാനുള്ളവൻ ചെയ്യേണ്ടതാണ്. ഒരു തടസ്സം നിൽക്കുന്ന ഒരു വാഹനം, ഒരു മരക്കൊമ്പ്, ഒരു ചെടി, ഒരു മതിൽ ആളുകൾക്കും വഴിക്കും തടസ്സാണോ? മാറ്റിക്കൊടുക്കുക എന്നുള്ളത് ഈമാന്റെ അടയാളമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീന് ഒരു മുസ്ലിമിനോട് പഠിപ്പിച്ച ഒരുപാട് നിയമങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് കാണുന്ന പ്രകൃതിയിലുള്ള വിഭവങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി തന്നതാണ്. ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീആ, ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കേരളത്തിന് എന്താ പ്രത്യേകത? കേരളത്തിന്റെ ഈ പച്ചപ്പില്ലെങ്കിൽ പിന്നെ കേരളമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് സംരക്ഷിക്കണം. ആര് സംരക്ഷിക്കണം? പ്രകൃതി സ്നേഹികൾക്ക് മാത്രമാണോ? അതെ, യഥാർത്ഥ പ്രകൃതി സ്നേഹി ആരാ? ഓരോ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളും ഒരു നല്ല മികച്ച പ്രകൃതി സ്നേഹിയായി മാറണം. അതാണ് ഇസ്ലാം പഠിപ്പിച്ച നന്മകളിൽ അവസാന ശ്വാസം. ഖിയാമത്ത് നാളിന്റെ അവസാനത്തെ രംഗം വന്ന സമയത്ത് നിന്റെ കയ്യിൽ ഒരു ചെടി കഷ്ണം കിടക്കുന്നുണ്ടെങ്കിൽ അത് കുഴിച്ചിടുക. ഒന്നാലോചിക്ക്, ഇത്ര പഠിപ്പിച്ച മതമാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിൽ പ്രകൃതിക്ക് ഇത്ര നഷ്ടങ്ങൾ സംഭവിച്ചപ്പോഴാ? മനുഷ്യന്റെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഭൂമിയിൽ, കടലിലും കരയിലും എല്ലാം ഫസാദ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ചെയ്ത ക്രൂരത. പണ്ടില്ലാത്ത ചൂട് ഇപ്പൊ എങ്ങനെയാ വന്നത്? കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണങ്ങൾ എന്താ? ഒരു വലിയ തടസ്സം നമ്മൾ നമ്മുടെ പ്രകൃതിയെ നഷ്ടപ്പെടുത്തിയതിലുള്ള ഒരുപാട് കാരണങ്ങളില്ലേ? ഉണ്ട്. ഇനി നമ്മളും നമ്മുടെ ഈ ഒരു മണ്ണിനോടും ഈ ഒരു പ്രകൃതിയോടും പഠിപ്പിച്ച ഒട്ടനേകം നിർദ്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് പുറപ്പെടാൻ നിൽക്കുക. അവിടുത്തെ പ്രിയപ്പെട്ട സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ചരിത്രം പറയുന്നുണ്ട്. പുറപ്പെടുന്നതിന്റെ മുമ്പ് തന്റെ മുമ്പിൽ നിൽക്കുന്ന സൈന്യത്തോട് പറയാണ്, വൃദ്ധനായ ഒരു മനുഷ്യനെയും കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത്, സ്ത്രീകളെ കൊല്ലരുത്, ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്നവനെ അല്ലാതെ നിങ്ങൾ ആക്രമിക്കരുത്, മാളങ്ങളിലിരിക്കുന്ന മഠങ്ങളിലിരിക്കുന്ന പുരോഹിതന്മാരെ ഉപദ്രവിക്കരുത്, പോകുന്ന വഴികളിൽ നിങ്ങൾ അനാവശ്യമായും മരങ്ങൾ മുറിച്ചു മാറ്റരുത്. ഒരു യുദ്ധത്തിന് പോണതിന്റെ മുമ്പേ ഒരു സൈന്യാധിപൻ, ഇസ്ലാമിക ഖലീഫ തന്റെ ചുറ്റുവട്ടത്തുള്ള സൈന്യത്തിനുള്ള ഉപദേശമാണ്.
പോകുന്ന വഴിയിൽ കിടക്കുന്ന ഒരു നിലക്കുമുള്ള പ്രകൃതിയെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകൾ ഉണ്ടാക്കരുതെന്ന് പഠിപ്പിച്ചുവെങ്കിൽ നമ്മൾ ആ ഇസ്ലാമിലുള്ളത്. നമ്മളാണ് ഏറ്റവും നല്ല ഒരു പ്രകൃതി സ്നേഹിയായി മാറാൻ. നമ്മുടെ കല്യാണങ്ങൾ, നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ആ രൂപത്തിൽ മാലിന്യത്തെ കൃത്യമായി കൊണ്ട് മാറ്റാൻ പറ്റുന്ന പ്ലാസ്റ്റിക് സംവിധാനങ്ങളൊക്കെ ഒന്ന് ആലോചിക്കാൻ എല്ലാം നമ്മൾ അതിനൊരു മാതൃകാ പദ്ധതിയായി മാറുന്ന രൂപത്തിലേക്ക് മഹല്ലുകൾ ശാക്തീകരിക്കപ്പെടാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യമുള്ള നല്ല ഒരു പ്രകൃതിയുടെ സംരക്ഷണത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ, ഒരുപക്ഷെ മഴയില്ലാതെ വിഷമിച്ചിരുന്ന് ഒരുപാട് പ്രാർത്ഥിച്ച് മഴ ലഭിക്കും. മഴ കിട്ടിയാൽ പിന്നെ ആളുകൾ മഴയെ ശപിക്കാൻ തുടങ്ങും. പിന്നെ അവർക്ക് മഴ ഒരു ഭാരമായി മാറും. പിന്നെ മഴയെ ശപിക്കും, മഴയെ കുറ്റപ്പെടുത്തും, മഴയെ ആക്ഷേപിക്കും. അല്ലാഹു തആല മഴയെ പറ്റി പറഞ്ഞത് വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തുഹൂറ, ശുദ്ധിയാക്കപ്പെട്ട ബറക്കത്താക്കപ്പെട്ട വെള്ളമാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണെന്ന തിരിച്ചറിവോടെ നല്ല മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മഴക്കാലമാണെന്ന തിരിച്ചറിവോടെ കുടയെടുക്കേണ്ടവർ കുടയെടുക്കുക, റെയിൻകോട്ട് എടുക്കേണ്ടവർ റെയിൻകോട്ട് എടുക്കുക. അതിനനുസരിച്ച് പോവുക എന്നല്ലാതെ പെയ്യുന്ന മഴയെ മുഴുവൻ ശപിച്ചിരുന്ന് കാലം കഴിഞ്ഞു പോകരുത് എന്ന തിരിച്ചറിവോടെ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി ജീവിക്കാൻ നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങളെല്ലാം പുറത്ത് നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ.